കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരുപാട് പേർക്ക് ശമ്പള പെൻഷൻ കുടിശ്ശിക ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ അധികമായി വന്ന വരുമാനം, അതായത് അധികമായി വന്ന ശമ്പള പെൻഷൻ കുടിശ്ശിക വലിയൊരു ആദായ നികുതി ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് 4 ലക്ഷം രൂപ കുടിശ്ശിക ലഭിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടാക്സ് സ്ലാബ് 20% നിന്ന് 30% ജമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ആദായ നികുതി ബാധ്യത കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ ഫോം നമ്പർ 10 ഫയൽ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫോം നമ്പർ 10, എങ്ങനെയാണ് ഫോം നമ്പർ 10 ഫയൽ ചെയ്യേണ്ടത്. എന്താണ് ഫോം നമ്പർ 10? ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ 89(1) പ്രകാരം നിങ്ങൾക്ക് അരിയർ സാലറി കുടിശ്ശിക ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അധികമായിട്ട് വരുന്ന നികുതി ബാധ്യത കണക്കാക്കി അത് ഒഴിവാക്കുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ഷീറ്റാണ് ഫോം നമ്പർ 10E എന്ന് പറയുന്നത്. ഫോം നമ്പർ 10E കമ്പ്യൂട്ടേഷന്റെ ലോജിക്ക് വരുന്നത്, നിങ്ങൾക്ക് കുടിശ്ശിക ഇല്ലാതെ ശമ്പളം ലഭിച്ചിരുന്നു എന്നിരിക്കട്ടെ. നമ്മൾ മുൻപ് പറഞ്ഞ എക്സാമ്പിളിൽ 4 ലക്ഷം രൂപ അരിയറായിട്ട് ഇപ്പോഴാണ് ലഭിക്കുന്നത്. ഇത് മുൻപ് തന്നെ ലഭിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ടാക്സ് ലയബിലിറ്റി? കുടിശ്ശികയോടുകൂടി ഇപ്പോൾ ലഭിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ടാക്സ് ലയബിലിറ്റി? അതായത് നിങ്ങളുടെ നികുതി ബാധ്യതയെ അക്രൂവൽ ബേസിലും ക്യാഷ് ബേസിലും കണക്കാക്കി എത്രയാണ് നികുതി ബാധ്യത വരുന്നത് എന്ന് കണക്കാക്കുക. ഇതിൽ ക്യാഷ് ബേസിൽ, അതായത് നിങ്ങൾക്ക് 4 ലക്ഷം രൂപ ഇപ്പോഴാണ് ലഭിച്ചത്, അപ്പോൾ അതാണ് ക്യാഷ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബേസിസിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നികുതി അടയ്ക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ട് അടയ്ക്കുന്ന നികുതി നിങ്ങൾക്ക് കിഴിവായിട്ട് അവകാശപ്പെടാനായിട്ട് സാധിക്കും. ഇതാണ് ഫോം നമ്പർ 10E കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെക്ഷൻ 89(1) പ്രകാരമുള്ള കിഴിവ് കണ്ടെത്തുക എന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. 2021-22 സാമ്പത്തിക വർഷത്തിൽ 6 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന ഒരാളുടെ കാര്യമെടുക്കാം. ആൾക്ക് 2018-19 മുതൽ 2020-21 സാമ്പത്തിക വർഷം വരെ, അതായത് 18-19, 19-20, 20-21 3 വർഷങ്ങളിലായിട്ട് 3 ലക്ഷം രൂപ കുടിശ്ശികയായി ലഭിച്ചു എന്ന് കരുതുക. കുടിശ്ശികയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ കാണിക്കുന്നത് പോലെയാണ്. 2020-21 1,25,000 രൂപ, 2019-20 1 ലക്ഷം രൂപ, 2018-19 75,000 രൂപ, അങ്ങനെ മൊത്തം 3 ലക്ഷം രൂപയാണ് കുടിശ്ശികയായിട്ട് 2021-22 സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2021-22 സാമ്പത്തിക വർഷത്തെ മൊത്തം വരുമാനം, അതായത് അക്രൂവൽ ബേസിൽ അദ്ദേഹത്തിന് ലഭിച്ച ആ വർഷത്തെ ശമ്പളവും അരിയറായിട്ട് ലഭിച്ച ശമ്പളവും കൂടി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. 6 ലക്ഷം രൂപ ആ വർഷത്തെ ശമ്പളം, 3 ലക്ഷം രൂപ മുൻ വർഷത്തെ കുടിശ്ശിക. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ടേബിളിലെ ക്യാഷ് ബേസിസ് എന്നുള്ളൊരു കോളം നോക്കുക. അതിൽ 2021-22 9 ലക്ഷം രൂപ ആണ് ക്യാഷ് ബേസിസിൽ ലഭിച്ചിരിക്കുന്നത്. 6 ലക്ഷം രൂപ പ്ലസ് 3 ലക്ഷം രൂപ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ടേബിൾ പ്രകാരം ക്യാഷ് ബേസിലും അക്രൂവൽ ബേസിലും എത്രയാണ് നികുതി ബാധ്യത എന്ന് കണ്ടെത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ടേബിൾ പ്രകാരം ക്യാഷ് ബേസിൽ ലഭിച്ച ശമ്പളത്തിന്റെ നികുതി ബാധ്യത വരുന്നത് 2021-22 9 ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ക്യാഷ് ബേസിസിൽ നികുതി ബാധ്യത വരുന്നത് 96,200 രൂപയാണ് വരുന്നത്. 2020-21 4,75,000 രൂപയാണ് ക്യാഷ് ബേസിസിൽ ശമ്പളം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നികുതി ബാധ്യതയൊന്നും വരുന്നില്ല. 2019-20 ക്യാഷ് ബേസിസിൽ ലഭിച്ചിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്, അവിടെയും നികുതി ബാധ്യതകളൊന്നും വരുന്നില്ല. 2018-19 3,85,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. 7,020 രൂപയാണ് അവിടെ ക്യാഷ് ബേസിസിൽ നികുതി ബാധ്യത വരുന്നത്. അപ്പോൾ ക്യാഷ് ബേസിസ് എന്നുള്ള കോളത്തിന്റെ ടോട്ടൽ വരുന്നത്, ടാക്സബിലിറ്റിയിൽ ക്യാഷ് ബേസിസിന്റെ ടോട്ടൽ വരുന്നത് 1,03,220 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് അക്രൂവൽ ബേസിസിൽ എങ്ങനെയാണ് സാലറി വരുന്നത് എന്ന് പരിശോധിക്കാം. 2021-22 സാമ്പത്തിക വർഷത്തിൽ 6 ലക്ഷം രൂപയാണ് സാലറി ആയിട്ട് അക്രൂവൽ ബേസിസിൽ വരുന്നത്. 33,800 രൂപയാണ് വരുന്നത്. 2020-21 6 ലക്ഷം രൂപ, 33,800 രൂപ തന്നെയാണ് വരുന്നത്. 2019-20 5 ലക്ഷം രൂപയാണ് വരുന്നത്, അവിടെ നികുതി ബാധ്യതയൊന്നും വരുന്നില്ല. 2018-19 10,920 രൂപയാണ് നികുതി ബാധ്യത വരുന്നത്. അപ്പോൾ അക്രൂവൽ ബേസിനെക്കാട്ടും കൂടുതലായി ക്യാഷ് ബേസിൽ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് 24,700 രൂപയാണ്. അപ്പോൾ ഈ വ്യത്യാസം, അക്രൂവൽ ബേസിനെക്കാട്ടും കൂടുതൽ അടയ്ക്കുന്ന, ക്യാഷ് ബേസിൽ നികുതി അടയ്ക്കുന്ന തുകയാണ് നമുക്ക് വകുപ്പ് 89(1) പ്രകാരം റിലീഫായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ടാക്സ് കമ്പ്യൂട്ടേഷന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഫിഗറുകളും എല്ലാ ഡിഡക്ഷനുകൾക്കും ശേഷമുള്ള ഫിഗറുകളാണ്, അതായത് ടോട്ടൽ ഇൻകം ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ക്യാഷ് ബേസിസിൽ എത്രയാണ് നികുതി ബാധ്യത എന്നറിയാനായിട്ട് നിങ്ങൾ മുൻ വർഷങ്ങളിൽ ഫയൽ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അക്രൂവൽ ബേസിസിൽ വരുന്നതിന്റെ നികുതി ബാധ്യത അറിയാനായിട്ട് ഇൻകം ടാക്സിൽ തന്നെ ടാക്സ് കമ്പ്യൂട്ടേഷൻ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പലപ്പോഴും ആ 10 യൂട്ടിലിറ്റിയിൽ വരുന്ന നികുതി ബാധ്യത
വളരെ കൃത്യമാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് ആ ഫിഗർ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫോം നമ്പർ 10E ബേസിക്സ് വരുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഫോം നമ്പർ 10E ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്ഷൻ 89(1) പ്രകാരമുള്ള റിലീഫിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഫോം നമ്പർ 10E നമ്മൾ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ ഫയൽ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫയൽ എന്നുള്ള മെനുവിൽ ഇൻകം ടാക്സ് ഫോംസ് സെലക്ട് ചെയ്യുക. അവിടെ ഫയൽ ഇൻകം ടാക്സ് ഫോംസിൽ പേഴ്സൺസ് വിത്തൗട്ട് ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഫോം നമ്പർ 10E നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മുകളിൽ സെർച്ച് ബട്ടണിൽ നിങ്ങൾ 10E സെർച്ച് ചെയ്താലും മതി. ഇതിൽ ഫയൽ നൗ എന്ന് കൊടുക്കുക. ഇതിൽ അസസ്മെൻറ്റ് ഇയർ 22-23 സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിൽ ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ് അത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അരിയേഴ്സ് സാലറി പെൻഷൻ, ഇതാണ് നമ്മൾ അരിയർ സാലറിയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അതിൽ കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു ടാബിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നിങ്ങളുടെ പാൻ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് അത് കൺഫേം ചെയ്തിടുക, അത് സേവ് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റഡ് എന്ന് ഒരു ഗ്രീൻ കളർ ടിക്ക് കാണാനായിട്ട് കഴിയും. അതിനടുത്ത് നമ്മളുടെ സാലറിയുടെ ഡീറ്റെയിൽസ്, അരിയർ സാലറിയുടെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ഇതിൽ നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുള്ള ആ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ടോട്ടൽ ടാക്സബിൾ ഇൻകം ആ വർഷത്തെ, അതായത് 2021-22 ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ടാക്സബിൾ ഇൻകം എക്സ്ക്ലൂഡിങ് സാലറി അല്ലെങ്കിൽ ഫാമിലി പെൻഷൻ, അരിയർ കിട്ടിയത് കഴിച്ച് ബാക്കി നിർത്തിയിട്ടുള്ള സാലറി, അത് നമ്മളുടെ കേസിൽ ഇവിടെ 6 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ 6 ലക്ഷം എന്ന് കൊടുക്കുക. ഇവിടെ നമ്മുടെ മൂന്നാമത്തെ കോളത്തിലെ മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം ആസ് ഇൻക്രീസ്ഡ് ബൈ സാലറി ഫാമിലി പെൻഷൻ റിസീവ്ഡ് ഇൻ അരിയേഴ്സ്. നമ്മൾ അരിയേഴ്സ് കൊടുക്കുമ്പോൾ അപ്പുറത്തെ ടേബിളുകളിൽ അരിയേഴ്സ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ അരിയറിൻ്റെ ഫിഗർ വന്നുകൊള്ളും. അതായത് നമ്മളുടെ 3 ലക്ഷമാണ് നമുക്ക് അരിയർ കിട്ടിയിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി മറ്റേ ടേബിൾ കൊടുക്കുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ആ അരിയർ അടക്കം ഉള്ള സാലറി, അതായത് നമ്മുടെ ക്യാഷ് ബേസിസിൽ എത്രയാണ് നമുക്ക് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ആസ് പെർ ടാക്സ് പെയർ ഐറ്റം നമ്പർ 3 എന്ന് പറയുന്നത് ക്യാഷ് ബേസിസിലാണ്. ക്യാഷ് ബേസിസിൽ നമ്മളുടെ ടാക്സ് വരുന്നത് 96,200 രൂപയാണ്. അപ്പോൾ 96,200 എന്ന് കൊടുക്കുക. ഐറ്റം നമ്പർ 1 എന്ന് പറയുന്നത് അക്രൂവൽ ബേസിലാണ്. അക്രൂവൽ ബേസിൽ നമുക്ക് വരുന്നത് 33,800 രൂപയാണ്. അപ്പോൾ അതവിടെ കൊടുക്കുമ്പോൾ നമ്മളുടെ ഷീറ്റ് പ്രകാരം ടാലി ആവുന്നുണ്ട്. 62,400 രൂപയാണ് അതിൽ വ്യത്യാസമായിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾ ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. ആഡ് ഡീറ്റെയിൽസിൽ ഇവിടെയാണ് നമ്മൾ ഓരോ മുൻ വർഷങ്ങളിലെ വിവരങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ പ്രീവിയസ് ഇയർ ആദ്യം നമുക്ക് 2020-21 സെലക്ട് ചെയ്യാം. 2020-21 ടോട്ടൽ ഇൻകം ഓഫ് ദ റിലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് 4,75,000 രൂപയാണ്. 4,75,000. ഇനി സാലറി അരിയർ എത്രയാണ്? ആ വർഷത്തെ അരിയർ എന്ന് പറയുന്നത് നമുക്കറിയാം 1,25,000 രൂപയാണ്. അപ്പോൾ മൊത്തം 6 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ക്യാഷ് ബേസിസിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും വരുന്നില്ല. പക്ഷേ അക്രൂവൽ ബേസിൽ നിങ്ങൾക്ക് നമ്മൾ ടാക്സ് വരുന്നുണ്ട്. ആക്ച്വലി 33,800 രൂപയാണ് വരുന്നത്. പക്ഷേ ഇവിടെ സിസ്റ്റം കമ്പ്യൂട്ടേഷനിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ തന്നെ ടാക്സ് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്തുകൊണ്ട് എത്രയാണ് ടാക്സ് വരുന്നതെന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ 33,800 രൂപയാണ് നമുക്ക് ടാക്സ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ കറക്റ്റായിട്ടുള്ള ഫിഗർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഒരു വർഷത്തെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തെ ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ 19-20 ഇനി നമുക്ക് ആഡ് ചെയ്യാം. 19-20 നമ്മുടെ ടേബിളിലെ പോലെ തന്നെ നമുക്ക് വരുന്നത് 4 ലക്ഷം രൂപയാണ് നമ്മുടെ സാലറി ലഭിച്ചിരിക്കുന്നത്. നമ്മളത് ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് അരിയർ കിട്ടിയിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ 5 ലക്ഷം രൂപ. അവിടെ പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല, അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം 0 ആണ്. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം സിസ്റ്റം കാൽക്കുലേഷനും 0 ആണ്. നമ്മളുടെ കമ്പ്യൂട്ടേഷനും 0 തന്നെയാണ്. അതും ആഡ് ചെയ്തു. ഇപ്പോൾ 2 വർഷം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു വർഷം കൂടി നമ്മൾ ആഡ് ചെയ്യാം. നമുക്ക് 18-19 കൂടിയാണ് ഇനി കൊടുക്കാനുള്ളത്. 18-19 നമുക്ക് സാലറി കിട്ടിയിരിക്കുന്നത് 3,85,000 ആണ്.
അതിൽ അരിയർ ലഭിച്ചിരിക്കുന്നത് 75,000 രൂപയാണ്. 460 ടോട്ടൽ. അതിൽ ക്യാഷ് ബേസിസിലും അക്രൂവൽ ബേസിസിലും. നമ്മളുടെ ക്യാഷ് ബേസിസിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 7,020 രൂപയാണ്. 7020. നമ്മളുടെ അക്രൂവൽ ബേസിൽ വരുന്നത് കറക്റ്റ് തന്നെയാണ്, 10,920 തന്നെയാണ് വരുന്നത്. അപ്പോൾ 10,920 കൊടുക്കുക. 3,900 തന്നെയാണ് ഡിഫറൻസ്. നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് പ്രകാരം അത് കറക്റ്റ് തന്നെയാണ്. ദെൻ നമ്മൾ 3 വർഷവും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ അരിയർ സാലറി 3 lakhs rupees, 6 lakhs ആണ് സാലറി, 3 lakhs rupees അരിയർ, 9 lakhs rupees ടോട്ടൽ വന്നിട്ടുണ്ട്. ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത പോലെ തന്നെ 96,200. ദെൻ അക്രൂവൽ ബേസിൽ 33,800, 62,400 ഡിഫറൻസ് വന്നിട്ടുണ്ട്. ദെൻ അതിന് ശേഷം നമുക്ക് റിലീഫ് വന്നേക്കുന്നത്, റിലീഫ് അണ്ടർ സെക്ഷൻ 89 24,700 തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ കമ്പ്യൂട്ടേഷൻ കറക്റ്റ് തന്നെയാണ്. ദെൻ നിങ്ങൾക്ക് സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം നമ്മളുടെ 2 പാർട്ട് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ പാർട്ടിലേക്ക് പോയിട്ട് ഇവിടെ ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കതിൽ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. വെരിഫിക്കേഷൻ പാർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ടു വെരിഫൈ കൊടുക്കാനായിട്ട് കഴിയും. ദെൻ നിങ്ങൾ യെസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ OTP വെച്ചുകൊണ്ട് ആധാർ OTP ജനറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ ജനറേറ്റ് ആധാർ OTP കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ആധാർ OTP കൊടുത്ത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോം നമ്പർ 10 നിങ്ങൾക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.